ഭൂമിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദൈവത്തിന് സ്വർഗത്തിൽ എന്ത് ചെയ്യാനാണെന്ന്. ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്മാർക്ക് അവകാശമായിട്ട് കിട്ടിയതാണ്. നമ്മളാണ് ഈ ഭൂമിയുടെ ഉടമസ്ഥര്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ അപ്പൻ കുറേ സ്വത്തൊക്കെ ഉണ്ടായി, അത് നമുക്ക് തന്നു. എന്നിട്ട് അപ്പൻ പറയുകയാണ്, ഇനി ഈ സ്വത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നീ ചെയ്യാൻ പാടുള്ളൂ, ഞാൻ പറയുന്ന പോലെ വീട് വെക്കണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കും? ഇല്ല. അപ്പോൾ മാന്യതയുള്ള ഒരു അപ്പനാണെങ്കിൽ അത് തരും, പിന്നീട് അതിലേക്ക് ഗൈഡ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട അഡ്വൈസ് തരും. അതിലേക്ക് ഒരിക്കലും കടന്നു വരില്ല. നമ്മുടെയാണ് ഡിസിഷൻ, നമ്മുടെയാണ് പ്രോപ്പർട്ടി, നമ്മൾക്ക് തീരുമാനിക്കാം എന്താ അവിടെ ചെയ്യണമെന്ന്. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ ഒരിക്കലും മാന്യനായ ദൈവം ഒരിക്കലും കടന്നു വന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ പോകുന്നില്ല. ഓരോ വ്യക്തിയിലുമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം ആൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഭൂമിയിൽ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ അപ്പാപ്പ ശിക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകൾ കുറയുമെന്ന്. ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഈ പറഞ്ഞു തരാനായിട്ട് പറ്റുമോ? ഇന്നതാണ് ദൈവത്തിന്റെ സവിശേഷത. അപ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. തിരിച്ചറിയാനുള്ള തെറ്റും ശരി വിവേചിച്ചറിയാനുള്ള ഒരു വിസ്ഡം നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ദൈവം വന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഈ ഭൂമിയെ നന്നാക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് പോസിബിൾ ആണോ?